നമ്മൾ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത സീരീസ് ഓഫ് ബോംബ് ബ്ലാസ്റ്റ് തകർന്നു പോകാൻ കാരണം ഇവന് പോലീസ് ഇൻഫോം. ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കിയിരിക്കും. ആരുണ്ട് എന്നെ തടയാൻ? ആര്? ഭാഷ എന്ന പേര് കേട്ടപ്പോ നിന്റെ കണ്ണിൽ കണ്ട ഭയം എനിക്ക് മനസ്സിലായി. നിന്റെ മരണം തീർച്ചയായിട്ടും ഭാഷയുടെ കൈകൊണ്ടായിരിക്കും. നീ ചാവും മുമ്പ് നിനക്കൊരു ഷോക്കിംഗ് ഇൻഫർമേഷൻ. ഭാഷയും എന്നെ പോലെ അതേ ഓഫീസർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ആരടാ ഓഫീസർ? ആരടാ ഓഫീസർ? പറയടാ. ആരാണെന്ന് പറയാൻ. ഭാഷ പോലീസിന് വേണ്ടി ജോലി ചെയ്യുന്നോ? ഭായ്, അന്ന് നിങ്ങളെ അടിച്ചത് ആരാണെന്ന് ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അത് വേറെ ആരുമല്ല, ബാദുഷ തന്നെയാ. കറക്റ്റ് ഭായ്. സത്യത്തിൽ പത്മനാഭസിംഹ ഒരു ബഫൂൺ മാത്രമാണ്. അവൻ ഇന്നുവരെ ഒരു പിക് പോക്കറ്റിനെ പോലും പിടിച്ചിട്ടില്ല. ആദി, ആ ഭാഷ, അവന്റെ കൂടെയുള്ള ഓഫീസർ, രണ്ടുപേരെയും എനിക്ക് വേണം. റാം, അവർ നമ്മുടെ ഇൻഫോർമർ കേശവനെ ദാരുണമായിട്ട് കൊന്നു. ഞാൻ അറിഞ്ഞത് സാധു വൈസ് സിറ്റിയിലുണ്ടെന്നാണ്. നീ ജാഗ്രതയായിട്ടിരിക്കണം. നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആകുന്നവരെ നീ ബാദ്ഷയാണെന്നുള്ള കാര്യം ആരും അറിയാൻ പാടില്ല. ഞാനാണ് ബാദ്ഷാ എന്ന് എൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. ഓക്കെ ഓക്കെ സർ. നീ ബാദ്ഷയാണോ? എന്താ മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെന്റ് തേടുന്ന ക്രിമിനൽ നീ തന്നെയാണോ? അതല്ലമ്മേ, ഞാൻ ഏതല്ലെന്നാടാ. എന്ത് നടക്കരുതെന്ന് വിചാരിച്ചു അത് തന്നെയാ നടന്നിരിക്കുന്നത്. എന്റെ ഭാഗ്യദോഷം നീ നിന്റെ അച്ഛനെ പോലെ ആയല്ലോ. ഇനി ജീവിതത്തിൽ ഒരിക്കലും നിന്റെ മുഖം എനിക്ക് കാണണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം സിദ്ധുവാ. എത്ര നേരമായമേ? അവൻ വരുവടാ. ഹായ് മാ. ഹായ് സിദ്ധു. ഹായ്ഡാ. ഹായ്. ഡാ, ഇന്നത്തെ ന്യൂസ് പേപ്പർ നീ കണ്ടില്ലേ? ഒന്നിച്ചിരുന്ന് ടിഫിൻ കഴിക്കാന്ന് പറഞ്ഞിട്ട് നീ എന്താ അത്ര വൈകിയത്? അവൻ ലേറ്റ് ആയിട്ട് വന്നെങ്കിൽ അതിനെന്തെങ്കിലും കാരണം. അമ്മയ്ക്ക് അവൻ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണല്ലോ. ഇത് പ്രിന്റ് ചെയ്യാൻ എത്ര സമയമെടുത്ത്? ദിവസവും കാപ്പി കുടിക്കുമ്പോ അമ്മ എന്നെ നീ ഓർക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ പറ്റി ആലോചിക്കണം. കണ്ടില്ലേ? ദാറ്റ് ഈസ് സിദ്ധു. ഓ, അങ്ങനെയാണോ? ആ കൈങ്ങതാ. ഇനി ഓരോ സെക്കൻഡിലും നീ എന്നെ ഓർക്കണം. ഇതെങ്ങനെയുണ്ടമ്മ? നിങ്ങൾ എന്നും ഇതേപോലെ ആയിരിക്കണം. ഞാൻ എങ്ങനെയാ അമ്മേ? ഇവന്റെ കാര്യം സംശയം. എന്നെ സംശയിക്കുന്നോടാ? അല്ലെങ്കിൽ എന്തിനാടാ സിവിൽ പാസ്സായിട്ട് നീ അമേരിക്കയിലേക്ക് ഇന്റർവ്യൂവിന് പോകുന്നു? ഇവിടെ IAS IPS കിട്ടി സമ്പാദിക്കുന്നതിന്റെ ഇരട്ടി ഞാൻ അവിടെ പോയി സമ്പാദിക്കും. അതുകൊണ്ടൊക്കെയാ മിടുക്കന്മാർ ഇവിടം വിട്ടു പോകുന്നതും മണ്ടന്മാരൊക്കെ ഇവിടെ കിടക്കുന്നതും. ശരി, ബോംബെ എവിടെയാ? ഇന്ത്യയിലല്ലേ? അവിടെ നല്ല ജോലി കിട്ടിയിട്ട് പോവാൻ ഞാൻ എന്താ ചോദിക്കാമേ? പിന്നെന്താടാ പോണ്ടെന്ന് വെച്ചേ? ജനിച്ചപ്പോൾ മുതൽ ഇവൻ അമ്മയുടെ കൂടെയല്ലേ. ഞാൻ ലേറ്റ് ആയിട്ടല്ലേ വന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു മിസ് യു. റോട്ടിൽ എവിടെയോ കിടന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവനേക്കാൾ ഏറെ നോക്കിയില്ലേ? എങ്ങനെയാ അമ്മേ ഞാനത് മറക്കാ? ഇനി ഇങ്ങനെ പറഞ്ഞ മേടിക്കുന്നീ കണ്ടില്ലേ അമ്മേ? അവൻ വേർതിരിച്ച് സംസാരിക്കുന്നത്. സോറിടാ, ഇനി എങ്ങനെ ഞാൻ പറയും? അവന്റെ ഒരു സോറി പറഞ്ഞില്ലടാ. ഓക്കേ ഓക്കേ. ഇപ്പോഴും അവന്റെ ദേഷ്യം കണ്ടില്ലേ? അവൻ പറയുന്നത് കഴിക്കടാ. അയ്യോ അമ്മ, ഞാൻ ബാഗ് മറന്നു. ഇപ്പൊ എടുത്തോളൂ. സൂക്ഷിച്ചു മോനെ. ഐ ആം ഓക്കേ. ടൈം പോകുന്നു, വാടാ.
ചെന്ന് കത്തിക്കടാ. എന്ത് പേടിയത്? കത്തിക്കടാ അങ്ങോട്ട്. ഗുൽഷൻ ബ്ലാസ്റ്റിന് പിന്നിൽ സാധുവായിയുടെ ഗ്യാങ് ആണെന്നാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്ന വിവരം. പോലീസ് അലർട്ടാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ബോംബ് ബ്ലാസ്റ്റിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ധനസഹായം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡേ രാം, നീ ന്യൂസ് കണ്ടോ? ബോംബെ ലോക്കൽ ട്രെയിനിൽ ബോംബ് ബ്ലാസ്റ്റ്, ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ ഇത് കോമൺ അല്ലേടാ. അതേ ബ്ലാസ്റ്റ് ഞാനുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? ആക്ച്വലി നമുക്ക് പവറിന്റെയോ പോവർട്ടിയുടെയോ പ്രോബ്ലം അല്ല ഉള്ളത്. ഈ ടെററിസോ മാഫിയ ഗാങ്ങോ നമ്മുടെ രാജ്യത്തിന്റെ മേജർ പ്രോബ്ലം. ഇവന്മാരെയൊക്കെ നിരത്തി നിർത്തി റൂത്ത്ലെസ് ആയിട്ട് കൊല്ലുക വേണ്ടത്. സർ, ഞാൻ പോലീസിൽ ചേരുന്നത് പവറിന് വേണ്ടിയോ പ്രോപ്പർട്ടിക്ക് വേണ്ടിയോ അല്ല, എന്റെ രാജ്യത്തിന് വേണ്ടി. അനേകായിരം ആളുകളുടെ അകാല മരണത്തിന് കാരണമാക്കിയ സാധുഭായ ഗ്യാങ്സ്റ്റേഴ്സിനെ അമർച്ച ചെയ്യാൻ വേണ്ടി. ആ ലക്ഷ്യത്തിന്റെ 90% ഞാൻ വിജയിച്ചിരിക്കുകയാണ്. ബാക്കി 10% മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ട്രെയിനിങ് പീരീഡിൽ എല്ലാ ഇവന്റ്സിലും ഞാൻ ഹൈ ഗ്രേഡിൽ പാസ്സായതാണ്. പിന്നെ എന്തിന് നിങ്ങൾ എന്നെ റിജക്ട് ചെയ്തു? മേ ഐ നോ ദ റീസൺ? യുവർ ഫാദർ. നീ റിജക്ട് ആവാനുള്ള റീസൺ നിന്റെ അച്ഛൻ ധൻരാജ് തന്നെയാ. 20 വർഷം മുമ്പ് മരിച്ചുപോയ എന്റെ അച്ഛൻ എങ്ങനെ അതിന് കാരണമാവും? നിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ട്. നീ ഏത് സാധുവായാണ് അമർച്ച ചെയ്യാൻ നോക്കുന്നേ? അതേ സാധുവായുടെ കീഴിൽ മെക്കോവിലെ കാസിനോയിൽ നിന്റെ അച്ഛൻ ജോലി ചെയ്യുകയാണ്. ആസ് പെർ അവർ മാനുവൽ ക്രിമിനൽ ഫാമിലി ഹിസ്റ്ററിയുള്ള കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് വൈ യു ആർ റിജക്റ്റഡ്. 20 വർഷമായി ഞാൻ സാധുവിനെ പിടികൂടാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അച്ഛൻ ധൻരാജ് ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ടാണ്. സ്വന്തം കഴിവുകൾക്ക് അംഗീകാരം കിട്ടാത്തതിന്റെ നിരാശയിൽ സാധുബായിയുടെ ഫിനാൻഷ്യൽ അഡ്വൈസറായി അയാൾ മാറി. സാധുബായി ഇന്ത്യ വിട്ടപ്പോൾ നിന്നെയും നിന്റെ അമ്മയെയും കൂടെ കൂട്ടാൻ നിന്റെ അച്ഛൻ ശ്രമിച്ചു. അതിന് നിന്റെ അമ്മ സമ്മതിച്ചില്ല. നിന്റെ അച്ഛൻ നിർബന്ധിക്കുമെന്ന് ഭയന്ന് അവരും നീയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയതായി നിന്റെ അച്ഛനെ നിന്റെ അമ്മ വിശ്വസിപ്പിച്ചു. അതുപോലെ നിന്റെ അച്ഛൻ മരിച്ചുപോയെന്ന് നിന്നെയും അവർ വിശ്വസിപ്പിച്ചു. രാം, നിന്റെ കണ്ണുകളിലെ അഗ്നിയിലും വാക്കുകളിലെ സത്യസന്ധതയിലും എനിക്കുള്ള പ്രതീക്ഷയിൽ ഒരു മാർഗം തെളിയുന്നു. നീ നിന്റെ അച്ഛൻ വഴി ആ ഗാങ്ങിൽ കയറിപ്പറ്റി അവരുടെ വിശ്വാസം തേടുന്നൊരു വഴി. സാധുവായി ഇന്ത്യയിൽ ബോംബ് ബ്ലാസ്റ്റ് പ്ലാൻ ചെയ്യുന്നതായി ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട്. അത് ഏത് വിധേനയും തടയണം. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ നിന്റെ അച്ഛന്റെ എല്ലാ കേസുകളും ഇല്ലാതാക്കാം. വാട്ട് യു സേ? ഷുവർ സർ. ഇനി മുതൽ എന്റെ ടാർഗറ്റ് സാധുഭായാണ്. അങ്ങനെ ഓപ്പറേഷൻ സാധുബായി സ്റ്റാർട്ടായി. ഹങ്കിൾ ബാബയുടെ സഹായത്തോടെ ഗാങ്ങിൽ കയറി നാട്ടിലുള്ള സകല ടെററിസ്റ്റുകളെയും തകർക്കാൻ തുടങ്ങി. സാധുബായി പ്ലാൻ ചെയ്ത മേജർ ബോംബ് ബ്ലാസ്റ്റിൽ നിന്ന് വളരെ സമർത്ഥമായി നാടിനെ രക്ഷിച്ചു. അതുമാത്രമല്ല, മാഫിയകളുടെ കയ്യിൽ നിന്ന് അച്ഛനെ അവൻ വീണ്ടെടുത്ത് തിരുത്തി കൂട്ടിക്കൊണ്ടുവന്നു. സോറി മോനെ, നിന്നെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഇറ്റ്സ് ഓക്കെ മാ. അച്ഛൻ എപ്പോഴും അമ്മയെക്കുറിച്ച് പറയാറുണ്ട്. അച്ഛനെവിടെ? മക്കൾ തെറ്റ് ചെയ്ത അച്ഛനും അമ്മയാണ് തിരുത്ത്. എന്നാൽ തെറ്റ് ചെയ്ത എന്നെ നീ തിരുത്തി. ഇങ്ങനൊരു മകനെ കിട്ടിയത് നമ്മുടെ മഹാഭാഗ്യ.